സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ പുതിയതായിട്ട് വെറൈറ്റി സ്ക്വാഡാണ്. അതായത് ഗൈസ് നമ്മുടെ ഡെയിലി ഗെയിം ഇന്ന് അങ്ങനെ നമുക്ക് മുഴുവൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുഴുവൻ നമ്മുടെ അതിലുള്ള പ്ലേയേഴ്സിന് മുഴുവൻ ഒരു സ്ക്വാഡിൽ ഇട്ടിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു മാച്ച് ഒക്കെ എനിക്ക് തോന്നും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ വിളിച്ചു. ആദ്യത്തെ നമ്മുടെ ഡിവിഷൻ മാച്ചാണ്. അവരെ ഫുൾ വെച്ചിട്ട് എനിക്ക് ക്യാൻഡയും കൂടെ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ വെച്ചാൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇനി അതിലാരെയാണ് കിട്ടാനുള്ളത്, അതുപോലെ തന്നെ വേറെ ഏതൊക്കെ പ്ലേസ് ആണുള്ളത് എന്തായാലും കമന്റ്. എനിക്ക് അങ്ങനെ ഫുൾ വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ക്യാൻഡ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിപ്പോൾ 100 കോയിനും കൂടിയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നമ്മളപ്പോൾ രാത്രി 8 മണിക്കാണ് ലൈവ് ഉണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ. അപ്പോൾ വെച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഡിവിഷൻ ഓപ്പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മാച്ച് ഒക്കെ ഉണ്ടാവും നോക്കി ഒരു വെറൈറ്റി സ്ക്വാഡാണ് വെച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓൾറെഡി ഇപ്പോൾ കുറച്ച് ദിവസം കൂടിയുള്ള നമ്മുടെ പുതിയ സ്റ്റേഡിയത്തിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡ്. നിലവിൽ ഞാൻ ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഓപ്പോണൻസ് സ്ക്വാഡ് ഗൈസ്. അപ്പോൾ ഡിലേറ്റ് ഉണ്ട്, റൊഡ്രി ഉണ്ട് ഗൈസ്. പനി ആയതുകൊണ്ടാണ് നമ്മൾ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ വച്ചാൽ ഇതാണ് നമ്മുടെ നിലവിലുള്ള ഫുൾ, അതായത് ആ ഡെയിലിയും പെനാൽറ്റിയിലുള്ള എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഏകദേശം ടോണി ആഡംസ്, മറഡോണ ഫുൾ എല്ലാം വൈപ്പ് ചെയ്തിട്ടോ മച്ചാൻ. ഓൾറെഡി ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഈ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ഈ ഫുട്ബോൾ അങ്ങനെ മാറാൻ. എല്ലാവരും മൊത്തത്തിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടച്ച് അവർക്കാട്ടോ. റോബി ടു പെഡ്രി ടു ഡിലേറ്റ്, കോസ്റ്റേട്ട വെച്ചാൽ ഓൾറെഡി പനി പിടിച്ചുകൊണ്ടാണ് നമ്മൾ സൗണ്ട് സീന്. ക്രൈഫ് ടു പെഡ്രി, എവിടെയാണ് റോബി ആട്ട് കിടക്കുന്നത്. ഫസ്റ്റ് അടി ഫസ്റ്റ് അടി വെച്ചാൽ അവർ അടി തുടങ്ങി. 3 സെക്കൻഡ് ആയിട്ടുള്ളൂ, അതിനൊപ്പം അവർ അടി തുടങ്ങിയോ ഗൈസ്. ടീം വീക്ക് ആവുന്നുണ്ടോ നോക്കണം ഗൈസ്. ഇത് ആദ്യത്തെ സ്ക്വാഡാണ്, എൻ്റെ ഫസ്റ്റ് മാച്ചുമാണ്. ഓക്കെ ഫ്രറ്റേസി ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. കൗണ്ടെ ടു ജെറാഡ് ടു മറഡോണ, ബാസ്റ്റൻ ഗൈസ്. വേറെ പ്രത്യേകത ഉണ്ട്, നമ്മുടെ വാൻ ബാസ്റ്റൻ ഉണ്ട് ഗൈസ്. ഞാനത് പറയാൻ മറന്നു. ക്രൈഫ് ഓക്കെ എടുക്ക്, കഫു ഗൈസ്. പിന്നെ കുറച്ച് പ്ലേയേഴ്സിന് നമ്മൾ അല്ലാണ്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി ആ പൊസിഷനിൽ ഇല്ലാത്ത പ്ലേയേഴ്സിനാണ്. ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ പണിയാവുമല്ലോ. കൗണ്ടെ ടു സർജിൻഹോ, ഓക്കെ ഡെനിസ്ലോ, ഓക്കെ ബാക്കോട്ട്, ഓക്കെ ഡെനിസ്ലോ ടു നമുക്ക് പാസ് കൊടുക്കാം സർജിൻഹോയ്ക്ക്. ഓക്കെ വീണ്ടും ക്യാൻഡെ, ഡെനിസ്ലോ ഗൈസ്. മാൽഡി ഉണ്ട് മച്ചാൻ. ഓൾറെഡി കുറച്ച് പേർക്ക് കോളറിൻ്റെയൊക്കെ എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മച്ചാൻ നിങ്ങളാരും എടുത്തിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വന്നിരിക്കുന്ന റൊണാൾഡോൻ്റെ കാർഡ് അത്യാവശ്യത്തിൻ്റെ കാർഡാണ്. അപ്പം എടുത്തവരായിരിക്കും കമൻറ്റ് ചെയ്യുക. സർജിൻഹോ ടു മറഡോണ, ഓക്കെ സർജിൻഹോ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് അടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ സർജിൻഹോ അത്രയും നേരം സർജിൻഹോൻ്റെ കൊണ്ട് കറക്കി വന്നിട്ട് അടിച്ചില്ലോ ഗൈസ്. ഓൾറെഡി ഒലിവർഗാനുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ഓപ്പോണന്റ് സൈഡിൽ ഒലിവർഗാനുണ്ട്. അതായത് പണ്ട് ലെജൻഡ് കാർഡിലുള്ള ഒലിവർഗാനല്ല കേട്ടോ, വേറെ പണ്ടത്തെ ടെസ്റ്റ് ടൈമിൽ ഉണ്ടാകുന്ന കാർഡാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ചാൻസ് കിട്ടുന്നുണ്ട്. ക്രൈഫ് ഗൈസ് ഇവരൊരു കിട്ടിയിട്ടുണ്ട്. ഡെനിസ്ലോ എപ്പിക് കാർഡ് കുറവാന്ന് തോന്നി ഈ വന്നിരിക്കുന്ന ഓപ്പോണൻ്റെ കയ്യിൽ. അപ്പോൾ അതൊരു വെറൈറ്റി മാച്ചാണ്. ഓക്കെ സർജിൻഹോ അടിച്ചോ. അതെന്ത് പണിയാണ് അടിച്ചേ ഗൈസ്. എനിക്ക് പാസിട്ട് അടിച്ചാൽ മതിയായിരുന്നു. നമ്മൾ അതിന് പകരമായിട്ട് കൊണ്ടേ അടിച്ചോ, നേരിട്ട് അടിച്ചുകൊണ്ട് ബോളിയുടെ അടുത്തേക്ക് തന്നെ പോയി ഗൈസ്. ഇതെന്താ സർജിൻഹോ ടു ഒരു ടൈറ്റ് മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. ക്യാൻഡി ടു മറഡോണ, ഓക്കെ ഡെനിസ്ലോ, ഓക്കെ വീണ്ടും ബാക്കോട്ട് സർജിൻഹോ ഗൈസ്. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി സ്ക്വാഡ് പെട്ടെന്ന് ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. സർജിൻഹോ ടൈറ്റ് മാർക്കറ്റിംഗ് ആണ് ഇവരെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ക്യാൻഡെ, ഓക്കെ ഡെനിസ്ലോ ഒരു ഷോട്ട് അടിക്കാൻ പറ്റിയൊരു ചാൻസ് ഉണ്ട്. ജെറാഡ്, റോബി ഗൈസ്. റോബി ഉണ്ട് കേട്ടോ. അടുത്ത ചാൻസ് കൊടുക്കല്ലേ. കഫു ടു വീണ്ടും ബാക്കോട്ട് ടോണി ആഡംസ്. ഇത് പണിയാവില്ല. ക്രൈഫ് വാൻ ബാസ്റ്റൻ ക്ലിയർ. ക്രൈഫ് ഒക്കെ എടുത്തിട്ട് കൊനാറ്റെ ഗൈസ്. കൊനാറ്റെ കേട്ടോ നമ്മൾ കുറെ എടുത്തിട്ട് ഇറക്കിയിട്ടേ ഇല്ല ഈ ഒരു പ്ലെയർ. സിൽവ ഓക്കെ ബാക്കോട്ട്, ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മറഡോണ ഓക്കെ ഡെനിസ്ലോ പാസ് കൊടുത്താലോ. സിൽവ കോസ്റ്റ അപ്പത്തിന് അവിടെ കൊണ്ടേ കളഞ്ഞു. ക്രൈഫ്, റൂബി ഗൈസ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക ഓൾറെഡി യൂസ് ചെയ്തിട്ട്, അതായത് ഡ്രോപ്പ് കിട്ടാത്തൊരു കിട്ടിയവരൊക്കെ എത്ര ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയി അടുത്തൊരു ഷോട്ടാണോ എൻ്റെ പൊട്ട് ഗൈസ്. അതിൽ കൂടെ പോയ വിക്ടർ ബൈ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഗോളിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ വിക്ടർ ബൈ വേഴ്സസ് ഒരു ഒലിവർഗാൻ്റെ ഒരു ഇതും കൂടെയാണ് ഗൈസ്. അപ്പം ബെബേറ്റോന് നമ്മൾ കിട്ടിയിട്ടില്ല. ഓൾറെഡി ഓപ്പോണന്റ് ബെബേറ്റോ ഇറക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അവന്മാർ ഇറക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പ്രഷൻ കിട്ടുന്നില്ല.
ഏച്ചപ്പോൾ ഒരു പണി ചെയ്യും, നമുക്ക് എന്തായാലും നമ്മുടെ അൽവാരസിനെ ഇറക്കാം. കാരണം ഓൾറെഡി വെച്ചാൽ ഇന്ന് നമ്മൾ സ്ഥലം മാറിയോണ്ട് വെട്ടം കാര്യങ്ങളൊക്കെ ഫുൾ എൻ്റെ ഇതിലേക്ക് തോന്നും. ഏച്ചപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സൗണ്ടൊക്കെ സെറ്റല്ലേ. പിന്നെ വെച്ചാൽ ഓക്കെ വിക്ടർ ബയ്യറ്റു നമുക്ക് നോക്കാം. ഇതാക്കിയിട്ടുണ്ട് വിക്ടർ ബയ്യറ്റു, ഡെന്നിസ്ലോ, ഓക്കെ ക്രൈഫ്, റൂമി. എടാ പാടി ക്രൈഫ് അടിച്ചു. എടാ ഇത് എത്ര ഇത് ഗൈസ്, ഫസ്റ്റ് ഹാഫിലോട്ട് അവന്മാർ 2 ഗോൾ അടിച്ചു ഗൈസ്. ഇതൊരു കംബാക്ക് അടിക്കണം കേട്ടോ ഡെന്നിസ്ലോ ടു സർജ്. അത് ഈ സ്കോഡ് വെച്ചിട്ട് പൊളിക്കും. ഫറേസി, കഫു, ഇതിപ്പോൾ പണിയാവും ഗൈസ്. റൂമി, എടാ ഇവന്മാർ കളി കയറിയല്ലോ. ക്രൈഫ്, എടാ ഷോട്ട് എടുക്കുന്നില്ല ഇവന്മാരും. ഓക്കെ വിക്ടർ ബയ്യ ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഓൾറെഡി അവിടെ ഡിഫൻസിലാണ് നമ്മളെല്ലാവരും കൂടെ എത്തുമ്പോഴത്തേനും കമ്പൈൻ ആയിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അതൊരു പണിയാണ്. എന്തായാലും ഓപ്പണൻറ്റ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഓപ്പൺ. നമ്മൾ 2 ഷോട്ട് അടിച്ച് വെച്ചാൽ പോലെ. ഓക്കെ ഡെന്നിസ്ലോ ടു ക്യാൻഡേ ടു റോബർട്ടോ കാർലോസ് ഗൈസ്. കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്ലേയേഴ്സിന് മാറ്റാം. ഫ്രട്ടേസി ഗൈസ്. അപ്പോൾ വീണ്ടും ക്രൈഫ്, ജെറാഡ്, ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. കൊനാറ്റ കുഴപ്പമില്ല കേട്ടോ, കളിക്കുന്നുണ്ടേ. ഓക്കെ സെർജിൻഹോയ്ക്ക് സ്പീഡ് ഉണ്ട്. ക്രൈഫ് ഓക്കെ എടുത്തിട്ടുണ്ട് സെർജിൻഹോ. ഓക്കെ ഫ്രട്ടേസി, ഓക്കെ. എടാ അയ്യോ, അത് പാസ് ആയിരുന്നു കൊടുക്കേണ്ട ഗൈസ്. ത്രൂ പാസ് അറിയാണ്ട് ചെക്കിപ്പോയി. ഞാൻ വിചാരിച്ചു അപ്പത്തേനും അമ്മേനോടെ മാർക്ക് ചെയ്തു. എടാ അത് കേട്ടോ, ഈ പാസിലാണ് കളി കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ റുബീൻ്റെ ഒരു ഷോട്ട്. എടാ എന്റെ പൊറ്റ മച്ചാവരുടെ ഓപ്പണന്റ് 3 ഗോളോ. നമ്മൾ തിരിച്ചടിക്കണല്ലോ. 56 സെക്കൻഡ്. ക്യാൻഡേ ടു ഇനിയാണ് കളി. റോബർട്ടോ കാർലോസ് ക്യാൻഡേ ടു. ഓക്കെ വീണ്ടും ഇനി നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല. ഫ്രട്ടേസി ടു സെർജിൻഹോ. ഓക്കെ ഇത് തിരിച്ചു പിടിക്കണം. അൽവാരസ്, ഓക്കെ അൽവാരസ് ടു ഗൈസ്. ഓൾറെഡി ഇത് ഫസ്റ്റ് മാച്ചാണ്, അതുകൊണ്ട് ആ ഒരു ഓക്കെ റോബി, കഫു, ഓക്കെ അൽവാരസ്, ക്രൈഫ്, മാൻബാസ്റ്റൻ. എടാ ഓക്കെ റോബർട്ടോ കാർലോസ്, ക്യാൻഡേ കുഴപ്പമില്ല കേട്ടോ മച്ചാനെ. മറഡോണ, ഓക്കെ അൽവാരസ്. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഡെന്നിസ്ലോ, ഓക്കെ അൽവാരസ് അടിക്കി. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഗോൾ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇതൊരു കംബാക്ക് അടിക്കണം കേട്ടോ. 4-3 എത്തിക്കണം നമുക്ക് എന്തായാലും മച്ചാനെ. 4-3 എത്തിച്ച് നമുക്ക് ഈ ഒരു കളി പിടിക്കണം. ഓക്കെ റോബി ഇത് ഓൾറെഡി ഇപ്പോഴാണ് സെറ്റ് ആയി തുടങ്ങി. നമ്മൾ ഇതിനും ആദ്യമായിട്ടാണോ ഡിവിഷൻ വെച്ചിട്ട് ഈ ഒരു ടീം ഇറക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഇറക്കിയിട്ട് പോലും ഇല്ല ഗൈസ്. അപ്പോൾ ഒരു ഗോൾ നമ്മൾ അടിച്ചു. അടുത്തിൽ പിടിക്കണം നമുക്ക്. ഓക്കെ കൗണ്ടേ ടു നമുക്ക് നോക്കി വെക്കാം ഗൈസ്. ഈ ഒരു കാർഡ് അടിപൊളിയാട്ടോ. ഈ ഒരു കൗണ്ടറിൻ്റെ കാർഡ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ ടു. എടാ എന്തോ ഒരു ബഗ് വന്നല്ലോ. ഫ്രട്ടേസി, ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഡെന്നിസ്ലോ, ഓക്കെ സൈഡ് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ ഓൾറെഡി 2 ഗോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗോളും കൂടെ ഗൈസ്. അപ്പോൾ 2 ഗോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് മേളിൽ പോകും. അപ്പോൾ എന്തായാലും മച്ചാൻ നമുക്കത് അടിക്കണം ഗൈസ്. ഓപ്പോണന്റ് എന്ത് സെറ്റ് ചെയ്തോണ്ടിരിക്കും. എനിക്കൊന്നും അവന്മാർ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും സെറ്റ് ചെയ്യായിരിക്കും ഗൈസ്. ഓക്കെ അപ്പോൾ റൊണാൾഡോനെ ഇറക്കിയിട്ടുണ്ട്. ഇനി അവന്മാർ റൊണാൾഡോനെ വെച്ചുള്ള കളിയാണ്. ഓക്കെ അപ്പം മറഡോണ ടു റിക്യുപ്പൈ. നമ്മൾ റിക്യുപ്പൈനെ ഇറക്കിയിട്ടോ മച്ചാൻ. ഓൾറെഡി നമ്മുടെ വജ്രായു എന്ന് പറയുന്നൊരു കാർഡുകൾ റിക്യുപ്പൈ മച്ചാവരുടെ നല്ല കാർഡുണ്ടോ. റിക്യുപ്പൈ നിങ്ങൾ ഇറക്കി വെക്കുക. അത്യാവശ്യത്തിന് എല്ലാം ഉണ്ട്. നമ്മൾ പ്ലെയർ ഇത് നോക്കണ്ട, നല്ലോണം കളിക്കുന്ന കാർഡാ. ഓക്കെ അൽവാരസ് എടാ കിട്ടിയിട്ടുണ്ട്. ഓവൻ മച്ചാവരുടെ ത്രൂ പാസ് ഇട്ടാൽ മതിയായിരുന്നു. അൽവാരസ് അവിടെ ഉണ്ടായിരുന്നു. ഞാനത് ഒറ്റയ്ക്ക് അടിക്കായിരുന്നു ചോവന് ഇറക്കിയിട്ട്. നമ്മളിപ്പോൾ ഒരു കമ്പാക്ക് അടിച്ചാൽ കേട്ടോ. റൊണാൾഡോ, സാവിയറോൺസോ ടു മറഡോണ ടു. ഓക്കെ ഓവൻ ടു ഗൈസ്. അടുത്ത ചാൻസ് ഇട്ടിട്ട് അടി. ഇവന്മാര് ഗൈസ് വീണ്ടും നോക്കാം. ഓക്കെ മറഡോണ ടു ഓവൻ ഗൈസ്. ഒരു ചാൻസ് എടുത്തിട്ട് അടിച്ചോ. എടാ ഇവന്മാർ എന്താ പറയുക ഗൈസ്, ഇനി ഇവന്മാർ ഫുള്ള് ടൈറ്റ് അടിക്കും, ടൈറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കും. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ 2 ഗോൾ അടിച്ചോണ്ട് ഇനി ഇവന്മാരെ നമുക്ക് വിട്ട് തരില്ല. അങ്ങനെയല്ല, ഇനി ഇവന്മാർ നല്ല രീതിക്ക് ബ്ലോക്ക് ആക്കും. റിക്യുപ്പൈ, ഓക്കെ ഓവൻ. എടാ അതെന്താ അവിടെ കൊടുത്തേ. ഇടയ്ക്കിടയ്ക്ക് ലാഗ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ചാൻസ് അൽവാരസ് അടിച്ചോ. എടാ
എന്റെ പൊട്ടി ഗൈസ് അതാ റിക്യുപ്പൈനൊക്കെ അവിടെ വീഴ്ത്തി ഗൈസ്. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു. നമ്മൾ നേരത്തെ അടിച്ച അതേ സെയിം മെത്തേഡ്. ഓക്കെ ഗൈസ്, ഇവര് എൻട്രിക്കിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എടാ 90 സംതിങ് മിനിറ്റ് ആയിട്ടുണ്ട്. റിക്യുപ്പൈ 2 ഗൈസ് എടുത്തിട്ട് ആരക്കാത്ത പറയണ. ഓക്കെ മൈക്കിൾ അവൻ അടിച്ചോ. ഗൈസ് ഇത് കിട്ടുന്നില്ലടാ എന്റെ പൊന്ന് ഗൈസ്. എടാ ഓക്കെ റോബർട്ട് കാർലോസ് എടാ ലാസ്റ്റ് ടൈം ആയി. ആടാ നല്ലൊരു മാച്ച് ആയിരുന്നു ഗൈസ്. എടാ ഒരു കിടിലൻ മാച്ച് കേട്ടോ ഗൈസ്. ഈ സ്ക്വാഡ് അടിപൊളിയാണ്, അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് ആണ് നമ്മൾ പോയത്. എടാ എന്നാലും നമ്മൾ ഒരു ഗോൾ അത് കയറുമായിരുന്നു ഗൈസ്. ആ ഒരു ഗോള് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാല് കർവ് ചെയ്യാൻ മതിയായിരുന്നു. നമ്മളത് കൊണ്ടേ അടിച്ചു കിട്ടും ഗൈസ് കേട്ടോ. 7 ഷോട്ടാണ് നമ്മൾ അടിച്ചത്, അതും സെക്കൻഡ് ഹാഫിന് ശേഷം 4 ഷോട്ട് ഉണ്ടാകട്ടെ. അപ്പോൾ ഗൈസ് നല്ലൊരു മാച്ചായിരുന്നു. അപ്പം കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളെന്തായാലും കിട്ടിയത് കമന്റ് ചെയ്യാം. അപ്പോൾ വാൻ ബാസ്റ്റനൊക്കെ ആയിട്ട് കുറേ പണ്ടത്തെ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്. ക്രൈഫ്, റോബി, ഡിലേറ്റ്, പെഡ്രി, എൻട്രിക്ക്, കുറേ പ്ലേയേഴ്സൊക്കെ പണ്ടത്തെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഒരു വെറൈറ്റി റിവ്യൂ ചെയ്തപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കണ്ടിരിക്കും, ലൈവിലായിട്ട് കണ്ടിരിക്കും. ബൈ ഗൈസ്.